കൊച്ചിയിലെ ഒരു റേഡിയോ സ്റ്റേഷനിൽ രാത്രി പരിപാടിയുടെ അവതാരകനായിരുന്നു രോഹിത്. രാത്രി 10 മണി മുതൽ പുലർച്ചെ വരെ അവൻ റേഡിയോയിൽ സംസാരിക്കും. അവന്റെ പരിപാടിയുടെ പേര് രാത്രിയുടെ കൂട്ടുകാരൻ. ഉറക്കം വരാതെ ഇരിക്കുന്നവരും ഒറ്റപ്പെട്ടവരും ദുഃഖം മറക്കാൻ ശ്രമിക്കുന്നവരും എല്ലാവരും അവന്റെ പരിപാടി കേൾക്കുമായിരുന്നു. രോഹിത് എല്ലാവരോടും സംസാരിക്കും. പക്ഷേ സ്വന്തം ജീവിതത്തിൽ സംസാരിക്കാൻ ഒരാളും ഉണ്ടായിരുന്നില്ല. ഒരു മഴയുള്ള രാത്രി. പുറത്ത് ശക്തമായി മഴ പെയ്യുകയായിരുന്നു. റേഡിയോ പരിപാടി നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കോളർ ലൈവിലേക്ക് വന്നത്. ഹലോ ഒരു പെൺകുട്ടിയുടെ ശബ്ദം. മൃദുവായതും ശാന്തവുമായ ഒരു ശബ്ദം. ഹലോ, രോഹിത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങളുടെ പേര്? അനാമിക. ഇന്ന് എന്താണ് പറയാനുള്ളത്? അവൾ കുറച്ചു നേരം നിശബ്ദമായി. പിന്നീട് ചോദിച്ചു. ചില ആളുകളെ മറക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ആ ചോദ്യം കേട്ട് രോഹിത് ഒരു നിമിഷം മിണ്ടാതെയായി. കാരണം ചില ആളുകൾ നമ്മുടെ ഓർമ്മകളുടെ ഭാഗമാകുന്നു. അനാമിക ചെറുതായി ചിരിച്ചു. നല്ല മറുപടി. ആ രാത്രി കോൾ അവസാനിച്ചു. പക്ഷേ ആ ശബ്ദം രോഹിത്തിന്റെ മനസ്സിൽ തങ്ങി. അടുത്ത രാത്രിയും അവൾ വിളിച്ചു. അതിനുശേഷം വീണ്ടും. അത് ഒരു പതിവായി മാറി. ഓരോ രാത്രിയും പരിപാടിയുടെ അവസാനം അനാമിക വിളിക്കും. ജീവിതത്തെക്കുറിച്ച് സംസാരിക്കും. സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കും. മഴയെക്കുറിച്ച് സംസാരിക്കും. ഒരു ദിവസം അവൾ ചോദിച്ചു. നിനക്ക് മഴ ഇഷ്ടമാണോ? രോഹിത് ചിരിച്ചു. മുമ്പ് സാധാരണമായിരുന്നു. ഇപ്പോൾ ഒരു ഫോൺ കോൾ ഓർമ്മ വരും. ഫോണിന്റെ മറുവശത്ത് ചെറിയൊരു നിശബ്ദത. പിന്നീട് ഒരു പുഞ്ചിരി നിറഞ്ഞ ശബ്ദം. അപ്പോൾ ഞാൻ ഭാഗ്യവതിയാണ്. ദിവസങ്ങൾ കടന്നുപോയി. അവർ ഒരിക്കലും നേരിൽ കണ്ടിട്ടില്ല. പക്ഷേ പരസ്പരം മനസ്സിലാക്കിയിരുന്നു. ഒരു ദിവസം രോഹിത് ചോദിച്ചു. നമുക്ക് ഒരിക്കൽ കാണാമല്ലോ? അനാമിക കുറച്ചു നേരം മിണ്ടാതിരുന്നു. ഒരു ദിവസം. എപ്പോൾ? സമയം ശരിയാകുമ്പോൾ. രോഹിത്തിന് അതൊരു വിചിത്രമായ മറുപടി തോന്നി. പക്ഷേ അവൻ നിർബന്ധിച്ചില്ല. ഒരു രാത്രി അനാമികയുടെ ശബ്ദം പതിവിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ദുഃഖം നിറഞ്ഞത്. എന്താണ് പറ്റിയത്? രോഹിത് ചോദിച്ചു. അവൾ പതിയെ പറഞ്ഞു. എനിക്ക് മുംബൈയിലേക്ക് പോകണം. രോഹിത്തിന്റെ ഹൃദയം ഒന്നു നിശ്ചലമായി. എന്തിന്? ജോലിക്കായി. എപ്പോൾ? നാളെ. സ്റ്റുഡിയോയുടെ ഗ്ലാസിൽ മഴത്തുള്ളികൾ വീഴുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. രോഹിത്തിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. നീ തിരികെ വിളിക്കുമല്ലോ? അവൻ ചോദിച്ചു. അനാമിക ചിരിച്ചു. പക്ഷേ ആ ചിരിയിൽ വിഷാദം ഉണ്ടായിരുന്നു. അറിയില്ല. ആ രാത്രി കോൾ അവസാനിച്ചു. അടുത്ത ദിവസം മുതൽ അനാമിക വിളിച്ചില്ല. ഒരു ആഴ്ച. ഒരു മാസം. 6 മാസം. ഒരു വർഷം. പക്ഷേ ഓരോ രാത്രിയും രോഹിത് അവളുടെ കോൾ പ്രതീക്ഷിച്ചു. ഒരു ദിവസം വീണ്ടും മഴ പെയ്യുകയായിരുന്നു. അവന്റെ പരിപാടി അവസാനിക്കാൻ സമയം ആയിരുന്നു. പതിവുപോലെ അവൻ പറഞ്ഞു. ഇന്നത്തെ അവസാന കോൾ എടുക്കാം. ഫോൺ കണക്ട് ആയി. ഹലോ ആ ശബ്ദം കേട്ട നിമിഷം രോഹിത്തിന്റെ ഹൃദയം വേഗത്തിൽ ഇടിച്ചു. അനാമിക. അവൻ സംസാരിക്കാൻ പോലും മറന്നു. ഇത്രയും നാളുകൾ എവിടെയായിരുന്നു? അവൻ ചോദിച്ചു. അനാമിക ചെറുതായി ചിരിച്ചു. ദൂരെ. ഇപ്പോൾ കൊച്ചിയിലാണ്. രോഹിത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. നമുക്ക് കാണാമോ? ഈ തവണ അവൾ ഉടനെ മറുപടി പറഞ്ഞു. അതേ. അടുത്ത ദിവസം അവർ കടൽക്കരയിൽ കാണാൻ തീരുമാനിച്ചു. മഴ പെയ്തുകൊണ്ടിരുന്നു. രോഹിത് അവിടെ കാത്തുനിന്നു. അവന്റെ ഹൃദയം വേഗത്തിൽ ഇടിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി പതിയെ അവന്റെ അടുത്തേക്ക് നടന്നുവന്നു. കയ്യിൽ ഒരു കുട. മുഖത്ത് ശാന്തമായ പുഞ്ചിരി. അനാമിക. അവൾ തലകുലുക്കി. രോഹിത്. അവർ രണ്ടുപേരും ചിരിച്ചു. കാരണം വർഷങ്ങളായി അവർ പരസ്പരം അറിയുന്നവരായിരുന്നു. പക്ഷേ ആദ്യമായാണ് കാണുന്നത്. പുറത്ത് മഴ പെയ്യുകയായിരുന്നു. കടൽ തിരമാലകൾ തീരത്തെ തഴുകി. അനാമിക പതിയെ പറഞ്ഞു. ചില ആളുകളെ ആദ്യം ഹൃദയം പരിചയപ്പെടും. മുഖം പിന്നീട്.
രോഹിത് ചിരിച്ചു. അപ്പോൾ നമ്മൾ വളരെ വൈകിയാണ് കണ്ടുമുട്ടിയത്. അനാമിക തലകുലുക്കി. അല്ല, ശരിയായ സമയത്താണ്. ആ മഴയുള്ള രാത്രിയിൽ ആരംഭിച്ച ഒരു ഫോൺ കോൾ അവസാനം ഒരു മനോഹരമായ പ്രണയകഥയായി മാറി.